ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സരോവരം എന്ന പേരുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അരീക്കോട് റോഡിൽ എളയൂര് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ സരോവരം ഉള്ളത്. സ്കൂൾ അധ്യാപികയായിരുന്ന സുധർമ്മ ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ ടീച്ചറുടെ ഒരു പാഷൻ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ടീച്ചറുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെ നാട്ടുകാർക്കൊക്കെ എത്രയോ ഉപകാരപ്രദമായ ഈ ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് സുധർമ്മ ടീച്ചറുടെ സരോവരത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പോയി നോക്കാം. ഇന്ന് ഉച്ചവരെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഞാൻ എത്തിയപ്പോഴേക്കും ആ പരിപാടി കഴിഞ്ഞിരുന്നു. ടീച്ചർ എന്നെ കണ്ടപ്പോഴേ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്വീകരിച്ചു. സിറ്റ് ഔട്ടിൽ നിന്നും അകത്തേക്ക് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അതേക്കുറിച്ച് സുധർമ്മ ടീച്ചറോട് ചോദിക്കാം. അവർ പറയുന്നതും നമുക്ക് കേൾക്കാം. ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തു. 2 വർഷത്തോളമായി റിട്ടയർ ചെയ്തിട്ട്. റിട്ടയർ ചെയ്തിട്ടാണ് ഈ സരോവരം എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങിയത്. അതെ, റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ കാരണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മുമ്പ് തന്നെ നമ്മൾ സ്കൂളിൽ കുറേ കുട്ടികളുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലുള്ള അനുഭവങ്ങളിലൊക്കെ മനസ്സിലായപ്പോൾ ഈ ഒരു ഫീൽഡ് കുട്ടികളൊന്നുകൂടി അടുക്കാനും അതേപോലെ അവർക്ക് എന്തൊക്കെയോ ചോദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പറയാൻ, കുട്ടികൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കേൾക്കാൻ ആരുമില്ല. അപ്പം അങ്ങനെ ആ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂൾ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത്. പിന്നീട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ചെയ്തു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ ഗ്രാൻഡ് മാസ്റ്ററാണ്, ട്രെയിനറാണ്. അതിനുശേഷം കൗൺസിലിംഗ് സൈക്കോളജി റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചത്. മറ്റേത് അത് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനർ ചെയ്തു. അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോഴേക്ക് നമ്മളൊരു ഒരുക്കുക എന്ന് പറയുക, നിലമൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. പദ്ധതി മനസ്സിലുണ്ടായി. ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ത് എന്നത് ആലോചിച്ചപ്പോഴാണ് റിട്ടയർമെന്റിന് ശേഷവും സമൂഹത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ച് തീരുമാനിച്ചുറച്ച് ഇങ്ങനെ ഒരു പരിപാടി. പിന്നെ അതേപോലെ റിട്ടയർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽ വന്നു. നമ്മൾ റിട്ടയർമെന്റിന് ശേഷം നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാന്തത, ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വേദി, അവർക്ക് വന്നിരിക്കാൻ ഒരു ക്ലബ്ബ് പോലെ, അവർക്ക് ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ ഒരു വേദി. അപ്പോൾ കുട്ടികളുടെ ഒരു ഇതും വെൽബീയിങ്ങും മുതിർന്നവരുടെ വെൽബീയിങ് ഇത് രണ്ടുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, സ്കൂൾ ടൈം കഴിഞ്ഞ് ഒരു 5 മണിയോടുകൂടി കുട്ടികൾ വരും. എന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അവർ ഒരു സമയത്ത് ഇവിടെ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈബ്രറി പുസ്തകങ്ങൾ അവർ വളരെ താല്പര്യത്തോടെ വരും, പുസ്തകങ്ങൾ എടുക്കും, വായിക്കാൻ കൊണ്ടുപോകും, തിരിച്ച്. അതേപോലെ അവരുടെ അമ്മമാരും ഇവിടെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സ്പെഷ്യലായിട്ട് അവർക്ക് കൊടുക്കുന്നത് ഇവിടുന്ന്? അവർക്ക് അവധിക്കാലത്ത് പല കളികൾ വെച്ചുകൊണ്ട് ഗെയിമിനാർ കുട്ടികൾക്ക് വളരെ താല്പര്യമാണത്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ നേരം വരും അവർ. അങ്ങനെ ഗെയിമിനാർ, അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഗെയിമിനാർ. പിന്നെ അവധിക്കാലത്ത് നമ്മൾ അവർക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, കണക്ക്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഈ വിഷയങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുത്തിരുന്നു.
അതിന് പുറമെ കുട്ടികളുടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ലബിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രകൃതിയെ അറിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പ്രകൃതിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പ്രകൃതി യാത്ര പുറത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് വളരെയധികം ആവേശമായിരുന്നത്. അതേപോലെ ഒരു ദിവസം ചെറിയൊരു ടൂറ് കൊണ്ടുപോയി, പഠനയാത്ര. അപ്പം നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ പല മത്സരങ്ങൾ. കഴിഞ്ഞ ദിവസം അവർക്ക് പിന്നെ പൂക്കള മത്സരം, അതുപോലെ ഒരുപാട് തരം മത്സരങ്ങൾ അവർക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ എൻ്റർടൈൻ ചെയ്യാനും അതേപോലെ അവരുടെ ഒരു കൊഗ്നിറ്റീവ് സയൻറ്റിഫിക് ആയിട്ടുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും അതിൽ താല്പര്യം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അത്തരം അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഞാൻ ചില ഓൺലൈനായിട്ട് ചില സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും അവർ നിർദ്ദേശിക്കുന്ന. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചില നിർമ്മാണങ്ങൾ, അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തികൾ, അതിന് താല്പര്യം പറഞ്ഞ കുട്ടികൾക്ക് അതിനുള്ള അവസരം അവരിവിടെ വരും, അതൊക്കെ ഉണ്ടാക്കും. അതേപോലെ ക്രാഫ്റ്റ്, അപ്പോൾ ഒരു ദിവസം അതിൻ്റെ പരിശീലനം കൊടുത്തു. ക്രാഫ്റ്റ് ഐറ്റങ്ങൾ ഉണ്ടാക്കുക, അത് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒന്ന് പരിശീലിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ വസ്തുക്കൾ, അതിൽ ചില സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇതിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ പല മേഖലയിൽ ഫോണ് അമിത ഉപയോഗം അല്ലെങ്കിൽ വേറെ ഓരോ കാര്യങ്ങൾ രക്ഷിതാക്കൾ നിരന്തരമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിൽ നിന്നൊക്കെ ഒന്ന്, അതായത് നമ്മൾ പറയാൻ ആ സാങ്കല്പികമായ ലോകത്തുനിന്ന്, മായാ ലോകത്തുനിന്ന്, ഫോണിന്റെ ഒരു അതെ 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 എല്ലാ കുട്ടികൾക്കും അതിൽ നിന്നൊന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് അവരുടേതായ ലോകത്ത് ഇങ്ങനെയൊക്കെ ലോകമുണ്ട്. അപ്പം ഇവിടെ വേറൊന്നും കൂടി നടക്കും. ഇവർ സൗഹൃദം, എല്ലാ തരം കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ മതത്തിലുള്ള കുട്ടികളും വരുമ്പോൾ ആ ഒരു സമൂഹമായിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റി കൂടി അത് വർദ്ധിപ്പിക്കാനും കൂടി. പ്രായമായവർക്കും കുറേ പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്നുണ്ടല്ലോ. അതുപോലെ അവർക്ക് എന്തൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് നടത്തുന്നത്? ഇവിടെ എല്ലാ ഏജ് ഗ്രൂപ്പിനും, അതായത് യൂത്തിന്, അങ്ങനെയുള്ള ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള പല ക്ലാസ്സുകളുണ്ട്. അതേപോലെ മുതിർന്ന ആളുകൾക്ക്, സീനിയറായിട്ട് ആളുകൾക്ക്, എബോവ് 50 ആയിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ ക്ലാസ്സുകളുണ്ട്. അതേപോലെ ആക്ടിവിറ്റി, നമ്മളിവിടെ കൊടുക്കുന്ന ആക്ടിവിറ്റി, അതായത് പ്രായം ഒരു പ്രശ്നമല്ല, പ്രായം ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടി കൂടി മൈ പ്ലേസ്, നമ്മൾ വയോജന ദിനത്തിൻ്റെ ഒരു തീമാണ് മൈ പ്ലേസ്, എന്നിടം. ഇവിടെ സമൂഹത്തിൽ ഞാൻ ജീവിച്ച് മറഞ്ഞു പോകുമ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ശേഷിപ്പിച്ചുകൊണ്ട് വേണം ഓരോ വ്യക്തിയും കടന്നു പോകാൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നു. നമ്മൾ പല ജീവിച്ചു പോകുന്നു, ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. 60, 70, 80 വയസ്സ് വരെയൊക്കെ മനുഷ്യൻ ജീവിച്ചു പോകുന്നു. അതിനിടയ്ക്ക് ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്? ഈ ജീവിതകാലം ഓരോ പ്രവൃത്തിയിലും ഞാൻ ജോലി ചെയ്തത് എൻ്റെ വർക്ക് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് മാത്രമാണോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി, എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടി ഓരോരുത്തർക്കും കൊടുക്കുക എന്നുള്ളതും ഒരു ആക്ടിവിറ്റി കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ പേര് സരോവരം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു പേര് എന്താണ്? സരോവരം എന്നുള്ള പേരിടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? സരോവരം എന്നുള്ള പേരിൻ്റെ പിന്നിൽ ഒരു വല്ലാത്തൊരു നമ്മൾ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓർമ്മ കൂടിയുണ്ട്. അതായത് സാധാരണ ആളുകൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ജീവിത രീതി ഒരു ടിപ്പിക്കൽ ജീവിതമാണ്, പിന്നെ പാറ്റേൺ. ഇപ്പം നമ്മൾ പല സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ട്, നമ്മുടെ മുന്നിൽ 2 വഴികൾ കാണാം. ഒന്ന് ആളുകൾ നടന്ന് ശീലിച്ച ഒരു നടപ്പാതയും ആളുകൾ അധികം നടക്കാത്ത ഒരു വഴി. അപ്പം നമ്മൾ മുള്ളുകൾ നിറഞ്ഞ അധികം ആളുകൾ സഞ്ചരിക്കാത്ത വഴി തിരഞ്ഞെടുക്കണമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയാറുള്ളത്. അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നിരുന്നത്. അതായത് ആരും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്യുന്നത്, നിനക്ക് മാത്രമേ അത് കഴിയൂ എന്ന് എൻ്റെ അമ്മ ആത്മാർത്ഥമായിട്ട് എന്നോട് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് എൻ്റെ അമ്മയുടെ പേരിനോട് ചേർത്ത് വെച്ചതാണ്. സരോജിനി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്.
ആ അമ്മയുടെ പേര് ചേർത്ത് വെച്ചാണ് സരോവരം എന്ന പേര് കൊടുക്കാൻ കാരണം. അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനം നടത്തണമെന്ന് വിചാരിച്ചിരുന്നു. അമ്മയോടും പറഞ്ഞ് വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു 2 മാസം മുമ്പ് അമ്മ ഈ ലോകത്തുനിന്ന് യാത്രയായി. അങ്ങനെ അതൊരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ കൂടിയാണ്. എന്തായാലും അമ്മയുടെ ഓർമ്മ എന്നും നിലനിൽക്കുന്ന തരത്തിൽ തന്നെ ഒരു സ്ഥാപനം ഇവിടെ നടത്താനും ഇവിടുത്തെ ജനങ്ങൾക്ക്, ഈ നാട്ടിലെ ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിട്ട് ഇരിക്കാനും ടീച്ചർ നൽകിയ ഒരു സംഭാവന, അത് എത്ര അതിനെ അഭിനന്ദിച്ചാലും അധികമാവില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നത്. അപ്പം അതിലൊരു ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. താങ്ക് യു. മനോഹരമായ കുറച്ച് പെയിൻറ്റിങ്ങുകൾ ചുമരിൽ വെച്ചിട്ടുണ്ട്. ടീച്ചർക്ക് കിട്ടിയ മെമൻറ്റോ, പിന്നെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോസും ടീച്ചറുടെ അമ്മയുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഇവിടെ ഞാനിങ്ങനെ നോക്കി കാണുകയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്ന സമയത്ത് അതാത് മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാനും ടീച്ചർ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ അഗ്രജ് എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാക്കിയത് തന്നെ ചിരട്ട കൊണ്ട് വളരെ മനോഹരമായിട്ട്, നമ്മൾ പാഴാക്കി കളയുന്ന ചിരട്ട എത്ര മനോഹരമായിട്ടത് കൊണ്ടുപോകാം. നന്നായിട്ടുണ്ട്. നല്ല ഒരു ചിരട്ടയാണ്, ഈ വത്തക്കയുടെ ചിരട്ടയാണെന്ന് തോന്നുന്നില്ല അല്ലേ? അത്രയും അതിന്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ വയ്യ എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. എന്നും കുട്ടികളുടെ കൂടെ കഴിയാനുള്ള ആ ഒരു ആഗ്രഹം ടീച്ചർ ഇങ്ങനെ സഫലമാക്കി. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം ടീച്ചറോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. സരോവരത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നോക്കൂ, ഒരു ടീച്ചർ റിട്ടയർ ചെയ്തിട്ട് ആ ടീച്ചർ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തി ഈ ഒരു നാട്ടിലെ ആളുകൾക്കെല്ലാം, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ഒരു സരോവരം ടീച്ചർ പടുത്തുയർത്തിയത് എത്ര അഭിനന്ദിച്ചാലും ടീച്ചറെ മതിയാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.